ഇതെന്താ ചിറാപ്പുഞ്ചി മഴയത്ത് കിട്ടിയില്ല. എന്തൊരു തീറ്റ പണ്ടാരങ്ങളാണിത്, എന്തൊരു തീറ്റ പണ്ടാരങ്ങളാണ്. Guys, let's eat KFC. അതെന്താ മമ്മൂ ഹോട്ടലിൽ നിന്ന് മമ്മൂ ഫുഡ് ഹോട്ടലിൽ അതെന്താ മമ്മ ഇങ്ങോട്ടേക്ക് ഫുഡ് ചിറാപുഞ്ചി മഴയത്ത്. എന്താ സ്നേഹമില്ലാതെ എന്താ ക്യാപ്സിൽ ഓർഡർ ചെയ്ത സമാധാനത്തിൽ മെല്ലെ തിന്നണ്ട. ഇപ്പൊ എന്താ നിങ്ങൾ ഈ ആർത്തി പണ്ടാരങ്ങളെ പോലെ അടിക്കുന്നത്? ഇപ്പൊ ജിമ്മിന് പോകുന്നോണ്ട് ഇപ്പൊ കഴിഞ്ഞ ഒരു മാസമായിട്ട് ഇങ്ങനത്തെ ജങ്ക് ഫുഡ് ഒന്നുമില്ല. ജിമ്മിന് പോകുന്നോണ്ട് കാര്യം പറയാം. Let's eat KFC after a long time. ലാസ്റ്റ് നമ്മള് ചിക്കൻ തന്നാലേ ഓബിയസ് ബഗ്ഗായതാണോ? ഓ എല്ലാവർക്കും ഉണ്ടോ? എല്ലാവർക്കും ബഗ് ഉണ്ടോ? അപ്പൊ ഇതാ ഇന്നത്തെ കറി ഫ്രിഡ്ജിലാണേ കേട്ടാ. ഇന്നത്തെ കറി ഫ്രിഡ്ജില് ഓബിയസ് ബഗ്ഗായതാണോ? ഇതവിടെ ഇത് മുക്കാനൊന്നുമില്ലേ? സോസോ എന്തെങ്കിലും കെച്ചപ്പോ മയണൈസോ എന്തെങ്കിലും. വെള്ള സോസ് നോക്കട്ടെ കുറച്ച്. സൗണ്ട് ഇഷ്യൂ ഉണ്ട്, അതുകൊണ്ട് ഇന്ന് ലൈവില്ല. നമ്മള് നാളെ വരുന്നതായിരിക്കും. എന്താക്കി എന്താ എന്താ എന്തെല്ലാം വരച്ച് സോസിന്റെ അടുത്ത് നേരത്തെ എടുക്കുന്നു. ജിമ്മ പോണ്ടേ? ജിമ്മൊന്നും വേണ്ട. ഇന്ന് ചീപ്പാണ്ടാ ചീപ്പാ ഡയറ്റാണ് ഞാന്. എല്ലാ സമയം പറയണ്ട നമ്മളോട്. സൗണ്ട് ഓക്കെ അതിന് ഞാൻ പാട്ട് വെച്ചില്ലല്ലോ. പിന്നെ അങ്ങനെ നിങ്ങൾക്ക് ഓക്കെ ആവില്ലെന്ന് മനസ്സിലാവും. 2 ദിവസം കൂടി കൂടുതൽ പറയാം. സൗണ്ട് നോക്കാം. ഇപ്പൊ ഒരു പാട്ട് നോക്കാം. ഇപ്പൊ ഒരു പാട്ട് നോക്കാം. സൗണ്ട് ഓക്കെ ആണോ അല്ലെന്ന് പറയാം. ഓക്കെ പറ. കുട്ടിയില്ലാതെ കാടിന്റെ കാടുകൾ കരകൾ നിലയ്ക്കാതെ ചിക്കൻ തിന്നുമ്പോ ഇങ്ങനെ വന്നാ ഇതേതാ സോസ്? ചിക്കൻ തിന്നുമ്പോ ഇതാ അതേതാടാ ചിക്കൻ റോസ്റ്റ് ഇടാ. ഇത് തീരാനായി. പണ്ട് വീട്ടിൽ നിന്ന് ശീലാക്കിയതാ. ഇവനെ തോന്നുമ്പോണ്ടല്ല, ഇവനെ തോന്നുമ്പോ ഫുള്ള് ബാക്കിയാക്കും ചിക്കൻ. നമ്മളല്ലേ പണ്ട് വീട്ടിൽ നിന്ന് ശീലാക്കിയതാ. തിന്നുമ്പോ ഫുള്ള് ക്ലീൻ ആയിട്ട് തോന്നാൻ, വേസ്റ്റ് ആകാണ്ട് തോന്നാം. മനസ്സിലാ? ഇവനെ തിന്നു നോക്കിയാ ഫുള്ള് ബാക്കിയായിരിക്കും.
അടിച്ചെന്തല്ലോ ആക്കിയിട്ട് കാരണം നമ്മളെ പണ്ടല്ലേ ഇത് പണ്ട് അത്ര ആഗ്രഹിച്ചത് ഒരിക്കൽ ചിക്കൻ KFC ഒന്നിനും വെജിറ്റാ മതി എന്നല്ല ചിന്തിച്ചത് പണ്ട് അല്ല ഇതൊന്നും കിട്ടൂല നമുക്ക്. ആ നമ്മക്കെല്ലാം ഓക്കെ പക്ഷെ ഇവനുണ്ടല്ലോ ഇവരെല്ലാം പറന്ന് വീണ തന്നെ സിൽവർ സ്പൂണില ആ ഇവനക്കൊന്നും ആ ഫുഡിന് ഒന്നും അറിയില്ല ഇവ തിന്നിട്ട് മറ്റേ എല്ലു നോക്കിയാ കഴിഞ്ഞോ എടാ, ഇത് കണ്ടോ? തിന്നറിയോ ഇത് 5 മിനിറ്റ് തിന്നാളുണ്ട് പൊട്ടാ അത് അടുത്തെടുത്ത് ഞാൻ പൊട്ട് വരെ കൊടുക്കില്ല. ഓക്കെ സൗണ്ട് ഓക്കെയാ അപ്പൊ ഇതിലുണ്ട് അനക്ക് ഒരു പീസാ ഇത് കുറയുണ്ട് മോനെ. ദാ, ഇത് കുറയുന്നുണ്ട് ദാ. ശരി, എത്ര എടുത്ത്? ഇതാണ് മമ്മൂനക്ക് തരുന്ന പീസ് രണ്ടാ. എടാ ഈ വീട്ടിലെ അവസ്ഥയും ആലോചിച്ച് നോക്കിയാ നീയോ? എല്ലാവർക്കും 3 പീസ് എനക്ക് മാത്രം 1 പീസ് എടാ, അത് അത് എന്ത് പരിപാടിയാണ് അത് ഞാൻ തരാം പറ. എനിക്ക് ഫുൾ പീസ് വേണം ഫുൾ പീസ് ഇല്ല അത് കണ്ടു എന്തൊരു നാടകമാണ് എടാ താഴാണെങ്കിലും എടാ കടിച്ച് കഷ്ണാക്കി തുപ്പിയതല്ലാണത് ഫുൾ പീസ് ഇല്ല എല്ലാരും കടിച്ച് എല്ലാ പീസും കടിച്ചു വെച്ചിട്ടാ ഇത് ആരും എടുക്കാണ്ടിരിക്കാൻ വേണ്ടി എല്ലാ പീസും എടുത്ത് കടിച്ചിട്ടാണ് വെച്ചത് കുറച്ച് മയോണൈസ് ആയി. വണ്ടികള് ഇത് കൈകൊണ്ട് ഇതാക്കിയതാ, കടിച്ചില്ല. കാര്യം മതിയാ മതി 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 എന്റെ സമീര ആ സോസ് കുറച്ച് ഇതാക്കി കിട്ടിയില്ല. ആ കുറച്ച് മോൾക്ക് അങ്ങനെ ഇങ്ങനെ എടുക്കണം എന്റെ മോനെ എനിക്ക് വാ കുറച്ചടാ മതിയാ ഇന്നലെ എനിക്ക് റാംബോ ആദ്യം തരുന്ന റീൽ അറിയില്ല അതേപോലെ റീൽ ആക്കാൻ വേണ്ടി ഒരാൾ വന്നിട്ടുണ്ട് തന്ന ഫുഡെല്ലാം എന്തിനാ തന്ന നമുക്ക് ഇത്തിരി ഫുഡ് എന്തിനാ ട്രീറ്റ് എന്താ മുന്നിന്റെ പങ്കാള് എക്സാമിന് പാസ്സായിട്ടുണ്ട് അപ്പം ഇതേ ഉള്ളൂ വേറെ ട്രീറ്റ് ഇല്ല എനിക്ക് സ്കിന്നെ ഇഷ്ടം എനിക്ക് നിന്റെ വേണ്ട ചന്തിയായിട്ട് കൈ സത്യം ഇതാത്തന്നെ ചിറാപുഞ്ചി മഴയത്തെ മോനെ സോസ് ഉണ്ടാ സോസ് പെട്ടെന്ന് എല്ലാം അങ്ങോട്ട് പോയി നമുക്ക് ലൈവ് ചെയ്യണം അങ്ങോട്ട് പോയി തോന്നുന്നു അവിടെ ഇരുന്നിട്ട് തോന്നുന്നു അവിടെ ഇല്ലേ ഇതേ അവിടെ ഇല്ലേ ഇതൊരു മൃഗാണി തോർത്താൻ എന്തൊക്കെ കാണാം തോർത്താൻ തുണിയുണ്ടാവും വെള്ളം എടുത്താ വള്ളിയില അയ്യോ ബ്രദർ മുത്ത ലൈവാ മുത്ത എവിടെ എത്ര മണിക്കത്തും കൊച്ചിയില് ഓക്കെ 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 ഒന്നിച്ച് ഇവിടെ എത്തിയിട്ട് വിളിച്ചാൽ നമുക്ക് ഒന്നിച്ച് വിടാം എത്ര കോയമ്പത്തൂരേക്ക് ഇവിടെ എത്ര മണിക്കൂറുണ്ട് 4 മണിക്കൂറാണോ ഓക്കെ ഓക്കെ എന്തായാലും എത്താനോ വിളിക്കേ ഓക്കെ ഓക്കെ സെറ്റ് ബൈ മുത്ത ഓജോ ബോർഡ് ഓജോ എടാ ഓജോ ബോർഡ് സെറ്റ് ആക്കാൻ ആരോടോ ഞാൻ പറഞ്ഞല്ലോ ആരാണ് ഏറ്റത് ആരാ ഏറ്റത് ചാറ്റ് ഓജോ ബോർഡ് ലാസ്റ്റ് റൂട്ടർ ലൈനിൽ ഓജോ ബോർഡ് സെറ്റ് ആക്കാൻ വേണ്ടി ഞാൻ ആരോടാ ഞാൻ പറഞ്ഞേ എന്നോടല്ല ആരോടാ പറഞ്ഞേ മുനു റാംബോ ജാസി ആരോടാ ഞാൻ ഓജോ ബോർഡ് സെറ്റ് ആക്കാൻ പറഞ്ഞേ വക്കീലിനോടാ ആ വക്കീല ഇത് വക്കീല ചുക്കാൻ പിടിച്ചത് വക്കീലിന് പഠിച്ചിട്ടുണ്ട് ഒന്നൊരു പരിപാടി പറഞ്ഞ ഒരു സംഭവം പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്മാർ ഒന്ന് കേൾക്കില്ല ഇവിടെ തിന്നാനോ ഉറങ്ങാനോ അല്ലാണ്ട് ഇവിടെ ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ ചെയ്യാൻ ഒരാളുമില്ല നീ ചെയ്യോ ആരും ചെയ്യാൻ പോണ ചെയ്യോ ഒരു ബോർഡ് ഒപ്പിക്കുക ക്യാരം ബോർഡ് അങ്ങനത്തെ എന്തെങ്കിലും അതിൽ ഓരോ കളിക്കാൻ പറ്റുന്ന ലെവലിൽ വരച്ചിട്ട് ഇതെല്ലാം ആക്കിയിട്ട് അതിനോട് കളിക്കാനുള്ള സാധനങ്ങൾ എത്തിക്കണം അടുത്ത ലെവലിൽ മനസ്സിലായോ പിന്നെ അടുത്ത ലെവലിൽ ഞാൻ ഇതേപോലെ വന്നിട്ട് പറയണം ആരെ ഏൽപ്പിച്ചത് ഈ മൊത്തം ചിക്കനോ റാംബോ എല്ലാം റാംബോ നിന്നെയാണ് ഏൽപ്പിച്ചത് പണിഷ്മെന്റ് ആ ചിക്കനാണത്
പണിഷ്മെന്റ് മാത്രമേ ഉള്ളൂ. ചിക്കൻ എല്ലാവരും തട്ടിക്കൊട്ടോ എല്ലാവരും റാമോന് ചിക്കൻ എല്ലാവരും പണിഷ്മെന്റ് എടാ ആരുടെ ഫോൺ അടിക്കുന്ന റൂമ് അടുത്ത ലെവല് പോയില്ല എന്റെ ചിക്കൻ പോയില്ല പണിഷ്മെന്റ് ഉണ്ട് ഇപ്പൊ അങ്ങനെയാണ് എടാ നമുക്കില്ല മറ്റേ ബോർഡില്ലേ ബോർഡ് മാർക്കർ ഇല്ല അവിടെ എടുത്തില്ല ആ ബോർഡ് മാർക്കർ എടുത്തില്ല ഇവിടെ പണിഷ്മെന്റ് ബോർഡ് മാർക്കർ എടുത്തില്ല അപ്പൊ എല്ലാവർക്കും പണിയിട്ടില്ലേ? ഇവിടെ കുറച്ച് റൂൾസ് ഉണ്ട്. എനിക്ക് വീട്ടില് തെറി ഉപയോഗിച്ചാല് ആരെങ്കിലും എല്ലാരും കേൾക്കണം പറയുന്നത്. ഈ വീട്ടിൽ കുറച്ച് റൂൾസ് ഞാൻ ഉണ്ടാക്കാൻ പറയാം. ഞാനാണ് ഈ വീട്ടിലെ ബിഗ് ബോസ്. ഞാൻ പറയുന്നതാണ് റൂൾസ്. എല്ലാരും ആ ബോർഡ് മാർക്കർ എടുത്തിട്ടാ എന്താണ് ആർക്കൊരു അനുസരണയില്ലാത്തടം പറയുന്നത് കേൾക്കടാ. ചിക്കൻ അവൻ കൊണ്ടുപോയി, അതുകൊണ്ടല്ലേ വെള്ളം ഞാൻ കുടിച്ച. എന്നാ കുറച്ച് വെള്ളം എടുത്തിട്ടോ. അസർ എന്തിന് എന്നോട് പറഞ്ഞ ചാറ്റ് നിങ്ങൾ എന്റെ ആത്മാർത്ഥത നിങ്ങൾ ആലോചിക്കണം. ഇതെന്തിനാ ബോർഡ് ഇതല്ല ബോർഡ് എന്താ ബോർഡ് വൈറ്റ് ബോർഡ് എഴുതാൻ മാർക്കർ വെച്ച് എഴുതാൻ. ഓ അങ്ങനെ പറ. പണിഷ്മെന്റ് എഴുതി വെക്കണം. ഇവിടെ കുറച്ച് റൂൾസ് ഞാൻ കൊണ്ടുവരാൻ പോയത്. ഓക്കെ അല്ല ചാറ്റിനോട് മാത്രമല്ല എല്ലാരോടും പറയുന്നത്. എല്ലാരും കേക്ക് ഇവിടെ കുറച്ച് റൂൾസ് കൊണ്ടുവരാം. പട്ടി സോസ് എടുക്കുന്ന പറഞ്ഞു. സോസ് എടുക്കണ്ട ഒരു പീസ് പറഞ്ഞു. മാർക്കർ ഇനി എല്ലാ ദിവസവും ഇവിടെ ഈ ബോർഡ് ഇടട്ടോ. ഓക്കെ എല്ലാ മെമ്പേഴ്സിനോട് MRC-യിലുള്ള എല്ലാ മെമ്പേഴ്സും കേൾക്കാൻ അതെ അടിച്ച് ചിക്കൻ കട്ടെടുത്ത് ചിക്കൻ കട്ടെടുത്ത്. ഓക്കെ എന്താ പണിഷ്മെന്റ് കൊടുത്ത ചാനോ? എന്നെ ചിക്കൻ കട്ടെടുത്തു ഉണ്ട്. നിന്റെ മുമ്പ് നീ അന്ന് തീറ്റ മത്സരം തന്നപ്പോൾ സൗകര്യമായിട്ട് ഓടി. എല്ലാപ്പോഴും നീ നിന്റെ പങ്ക് നിൽക്കെടുത്താ പോരെ. നീ ആരാന്റെ പങ്ക് സോസ് ഞങ്ങൾക്ക് തരുമെങ്കിൽ ഞാൻ ചിക്കൻ പീസ് തരാം. ഞാൻ വിചാരിച്ചു നീ എടുത്ത തീരുമാനത്തിനെ കുറിച്ചാ പറയാൻ പോകുന്നത്. ഞാൻ തീരുമാനം മയോണീസ് ഞാൻ പറയട്ടെ എല്ലാരും കേൾക്കും. മുനോടാ ആദ്യം വാ ഗ്യാങ്ങിൽ എല്ലാരും ഗ്യാങ് മീറ്റിംഗ് വാ. ഇനി ഞാൻ പറയട്ടെ, എനിക്ക് ആ ചിക്കൻ പോലും കിട്ടിയില്ല. ചിക്കൻ നല്ല പണി കൊടുത്തു. ഇല്ല കയ്യില്ല. എന്നാ ഒരു പീസ് തരോ? ഒരു പീസ് തരോ? അതൊന്നോടുക്കുന്ന പീസ് ഗ്യാങ്ങിൽ കുറച്ച് റൂൾസ് കൊണ്ടുവരാൻ വേണ്ടാന്ന് ഞാൻ ട്രൈ ചെയ്യുന്നത്. എല്ലാരും ഒന്ന് ശ്രദ്ധിക്കുവാണെങ്കിൽ ഞാൻ പറയാം. നമ്മളോടാ എല്ലാടാ ഞാൻ വായുവിനോട് പറയുന്നത്. ഇവിടെ കുറെ പ്രേതങ്ങളുണ്ട്. പ്രേതത്തിനോട് പറയുന്നത്. പിന്നെ ഇവിടെ ആരാ ഉള്ളത്? നിങ്ങളല്ലാണ്ട് മോനെ പന്നില്ല ഓക്കെ ബണ്ട് ഞാൻ മേടിച്ചതാ. ഓക്കെ ഒരു ചിക്കൻ നിങ്ങൾക്ക് ഒരു ചിക്കൻ സോസും ഒരു ചിക്കൻ നിന്റെ ചിക്കൻ ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു ഫുൾ ബക്കറ്റ് ഓക്കെ. എനിക്ക് ചിക്കൻ വേണം കേക്ക് ചിക്കൻ വേണം കേക്ക്. ഓക്കെ ഈ വീട്ടിൽ ഇനിയുള്ള റൂൾസ് എന്ന് പറഞ്ഞാൽ ഏത് സമയം ആയിക്കോട്ടെ ഉറക്കത്ത് എണീച്ചിട്ട് അറിയാണ്ട് പറഞ്ഞു പോയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. തെറി പറഞ്ഞാൽ പണിഷ്മെന്റ് ഉണ്ട്. ഒരു തെറി വാക്കിന് ഒരു പണിഷ്മെന്റ് എന്നുള്ള ലെവലില് തെറി പറയുന്നത് ആരെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ട് കേട്ടാ എഴുതി വെക്കണം. ഈ ബോർഡിൽ എഴുതി വെക്കണം. ഇനി അങ്ങോട്ട് എല്ലാ ദിവസവും ഈ ബോർഡ് ഇവിടെ ഉണ്ടാവും. മനസ്സിലാ? ഈ ബോർഡ് ഇവിടെ ഉണ്ടാവും. നോക്കണം ആളി പറഞ്ഞാലോ നമുക്ക് കേൾക്കുന്നുണ്ട്. ചിക്കൻ തിന്നോണ്ട് കേൾക്കാലോ. ഈ ബോർഡ് ഇവിടെ ഉണ്ടാവും. ഓക്കെ ഇനി ആരും എന്ത് തെറ്റ് ചെയ്താലും പണിഷ്മെന്റ് ഇവിടെ എഴുതി വെച്ചാൽ മതി. ഓക്കെ തെറി പറഞ്ഞാലും പണിഷ്മെന്റ് ഉണ്ട്. പിന്നെ ഞാൻ എന്തെങ്കിലും പണി ഏൽപ്പിച്ചിട്ട് അത് ചെയ്തില്ലെങ്കിലും പണിഷ്മെന്റ് ഉണ്ട്. അപ്പൊ ഇപ്പൊ ആരുടെ പണിഷ്മെന്റ് ഉള്ളത്? ജാസി എന്താ ചെയ്തത്? അല്ലല്ല ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊന്നും പണിഷ്മെന്റ് ഇല്ല. ഒരു പന്നും ഒരു പീസേ കൊണ്ട് ഇവിടെ ഒരു കാര്യം പറഞ്ഞു കൊടുക്കുമ്പോ സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയുമ്പോ
നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട് ശ്രദ്ധിക്കുന്നുണ്ടല്ല. എന്റെ തലയടിച്ച് പൊട്ടിക്കും കേട്ടറാ ജീമ്പുമ്പേ അവിടെ ഇരിക്കുന്നവന് ചിക്കനും തിന്നിട്ട് ഫീസ് വാങ്ങിത്തരും പറഞ്ഞോണ്ടാ നമ്മള് കേൾക്കുന്നത്. നമുക്ക് വന്നും പറഞ്ഞു ഫസ്റ്റ് പന്നു പറഞ്ഞു ഫീസ് ഞാൻ പറ്റുള്ളൂ. ആരുണ്ട് ചിക്കൻ? മാറ് 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 അങ്ങോട്ട് പോ. ആരും എഴുതുന്ന ആളല്ല മുന്നിൽ ഏൽപ്പിക്കാന്ന് മാർക്കർ. ആരെന്ത് ചെയ്താലും എഴുതി വെച്ചോ. പണിഷ്മെന്റ് എല്ലാം എഴുതി വെച്ചോ. തൂക്കിട്ടോ ബോർഡാണ് തൂക്കിട്ടോ. ഇനി എല്ലാ ദിവസവും ആ ബോർഡിൽ എന്തെല്ലാം ഉള്ളത് എല്ലാ ദിവസവും ലൈവ് വരുന്ന സമയത്ത് ആ ബോർഡിൽ എത്ര ആൾക്ക് പണിഷ്മെന്റ് ഉണ്ട് ആ പണിഷ്മെന്റ് എല്ലാം നടത്തില്ല. പണിഷ്മെന്റ് എന്തോ ആവാം എന്തോ ആവാം. ചാറ്റ് പറയുന്നത് പണിഷ്മെന്റ്. നിങ്ങൾ ഈ തടിയന്മാരെ തിന്ന് കഴിഞ്ഞില്ലെങ്കിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പോവാ. കൊറേ സംവിധാനം തുടങ്ങിയിട്ട് ഇത് കഴിഞ്ഞിട്ടാണ് വാങ്ങിക്കുന്നത്. പോയിട്ടോ. സാലറി കട്ട് ഡബിൾ പണിഷ്മെന്റ്. സാലറി കട്ട് ചെയ്യാം. സാലറി കട്ട് ചെയ്യാം. എന്താ പറയുന്നത്? സാലറി കട്ട് ചെയ്യാം. അതല്ലേ 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 പണിഷ്മെന്റ് അല്ല. അല്ലെങ്കിലും ഞാൻ ചോദിക്കുന്നത് അല്ലെങ്കിൽ ഈ ജീമ്പുമ്പൊക്കെ എന്തിനാ സാലറി കൊടുക്കുന്നത്? ഇവൻ ജാസി വരുന്നതിന് മുമ്പ് ഇവൻ തന്നെ ഇവിടുത്തെ ക്ലീനിങ്ങും കുക്കിങ് അല്ല കുക്കിംഗ് അല്ല ക്ലീനിങ് അല്ല. ഇപ്പൊ ക്ലീനിങ് അടക്കം ജാസിയാ ചെയ്യുന്നത്. ഇവൻ ആളിവിടെ ചെയ്യുന്ന എന്താ? ഡ്രസ് അലക്കുന്നത് പിന്നെന്താ ചെയ്യുന്നത്? ഇനി എന്തെങ്കിലും ഇത് ചെയ്ത കുറ്റക്കേട് ചെയ്ത സാലറി കട്ട് ചെയ്യും. അവനതൊന്നും പ്രശ്നമാണ്. ഓൻ എന്തിനാണ് പൈസ? അവർക്ക് തിന്നാനിടെ കിട്ടുന്നുണ്ട്. 3 നേരം നല്ല വേഷ കിട്ടുന്നു. ഇവനത് മതി. ഇവൻ പൈസ ഇവരെന്താണെന്ന് അറിയില്ല. ഇത് കുറച്ച് സാലറി കട്ടാ ആരോട് പറയാ? ഫൈന് 500 അങ്ങനൊന്നും ഇവർക്ക് അങ്ങനത്തെ പണിഷ്മെന്റ് കൊടുത്തിട്ട് കാര്യമില്ല. ഞാൻ കാരണം വേണ്ട സാലറി കട്ട് അങ്ങനത്തെ പണിഷ്മെന്റ് അല്ല. എനിക്ക് വേണ്ടത് ബുദ്ധിമുട്ടുള്ള എന്തെങ്കിലും കാര്യം ചെയ്യിപ്പിക്കാൻ പറ്റും. ഓക്കെ പുഷപ്പോ പുഷപ്പ് എടുക്കണം. 100 പുഷപ്പ് എടുക്കട്ടെ. ഒരു മിസ്റ്റേക്കിന് 100 പുഷപ്പ് വേണ്ട. അടിയാക്കിയാലോ ചാട്ടവാറ വാങ്ങിയാലോ? അമ്മൂനെല്ലാം പൊളിയും. എന്തിനാ ചാട്ടവാറൊക്കെ? അങ്ങനെ ചാറ്റോറ ഫൈന് 500 ഇല്ലടാ. പൈസയായിട്ട് ബന്ധപ്പെട്ട പണിഷ്മെന്റ് ഇവിടെ നടക്കൂല. ഇവിടെ കാര്യമില്ല ഇതില്. മനസ്സിലാവും? ഇവിടെ ആർക്കും പൈസന്റെ ആവശ്യമില്ല. അതാ ഇവിടെ എല്ലാവരുടെ എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ട്. അതുകൊണ്ട് ആർക്കും പൈസന്റെ ഇവിടെ അതില്ല. മനസ്സിലായി? നോ ഫുഡ് കട്ട് അത് മതി. ഫുഡ് കട്ട് ഹൗസ് ക്ലീനിങ്. ഹൗസ് ക്ലീനിങ് അത് നല്ലതാ. മീൽ കട്ട് ഫുഡ് കട്ട് ഹൗസ് ക്ലീനിങ് ഇത് രണ്ടും അത് പണിഷ്മെന്റ്. സെറ്റ് ആയി മുത്ത അത് മതി മോനെ അത് മതി. ഫുഡ് കട്ടില്ലല്ലോ. ഹൗസ് കീപ്പിംഗ് ഫുഡ് എന്തിനാ കട്ട് ചെയ്യണം? ഫുഡില്ല എന്തിനാ? ഓക്കെ നാളെ അടുത്ത ലൈവ് മുതൽ ഇപ്പത്തെ പോട്ടെ. ഇപ്പൊ ബോർഡ് തൂക്കിട്ടെ മാറിയ അങ്ങോട്ട്. ആ ബോർഡ് തൂക്കിട്ടെ മാറിക്കടാ. മമ്മ ഈ രണ്ടെണ്ണം കണ്ട. ഈ 2 കന്നാസും കടലാസും കണ്ട. ഇതാണ് ഈ വീട്ടിലെ ഏറ്റവും ജീമ്പൂമ്പകള്. ഈ തുമ്മൽ ബിജെപി കളിക്കാൻ ലൈവ് മോശമാവുന്നോ? ബിജെപി കളിക്കണം. ചാറ്റ് പറഞ്ഞാൽ കളിക്കാം. യെസ് പറഞ്ഞോ? സ്പാം ബിജെപി കളിക്കണോ? ഡിസ്കോഡ് നോക്കണോ? ചാറ്റ് പറ. അവിടെ മതി. ബോർഡ് അവിടെ ഉണ്ട്. ഇനി എല്ലാ ലൈവിലും എല്ലാ ദിവസവും നടക്കുന്ന കാര്യങ്ങളിൽ പണിഷ്മെന്റ് ആരും തെറ്റ് ചെയ്താൽ അതിൽ എഴുതി നോക്കാം. അങ്ങോട്ടും ഇങ്ങോട്ടും തെറി വിളിക്കാൻ പറ്റൂല, അടിക്കാൻ പറ്റില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഫുഡ് വേസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇങ്ങനത്തെ കുറച്ച് ബേസിക് റൂൾസ് തന്നെ. പക്ഷെ അതിൽ എഴുതി നോക്കണം. ഇതിന് ഓരോ പോയിന്റ് ആയിട്ട് ഇട്ടാൽ മതി. എല്ലാ ദിവസവും രാത്രി ലൈവില് വന്ന് പണിഷ്മെന്റ്. മമ്മൂര് എഴുതാനില്ല. എന്താ അറിയാ എനിക്ക്? ഇങ്ങനെ ഒരു കൂട്ടം ജോക്കികളെയാണ് ഞാൻ അവിടെ വളർത്തുന്നത്. ഞാൻ ഇവിടെ ഒരു ഭ്രാന്താലയം നടത്തുന്നതാണ്. ഇല്ല, നമ്മൾ അന്തസ്സായി ചിക്കൻ തിന്നോണ്ടിരിക്കുമ്പോ ഹൗസ് ക്ലീനിങ് കൊടുത്താലോ?
ഹൗസിലെ വീട് മൊത്തം വൃത്തിയാക്കണം. വീട് മൊത്തം വൃത്തിയാക്കട്ടെ. എടാ, ഇല്ല 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 കുറച്ച് ഓവർ ടൈം പണി എടുക്കും മോനെ. ജാസി കാണുന്നില്ലല്ലേ എടാ, നാളെ മുതലല്ലേ ഇന്നില്ലടാ. അടിച്ചിട്ട് നാളെ മുതലല്ലേ? ആ ജാസി ഹൗസിലേന് അടുത്ത ആളെ എന്താ ചെയ്ത വെച്ചാൽ ഇങ്ങനെ എഴുതി പോയാ ഇത് ചെയ്യണം. ഇത് ചെയ്ത് കഴിഞ്ഞാൽ മാറ്റാൻ പറ്റും. മനസ്സിലാവും. മൊത്തം വൃത്തിയാക്കി. അപ്പൊ നാളെ നിന്റെ പണി എന്ന് വെച്ചാൽ ഇവരെ കോയമ്പത്തൂർ കൂട്ടണം. വേണ്ട, ഇവിടെ ഇവരാണ് വൃത്തിയാക്കട്ടെ. നീ കോയമ്പത്തൂർ വരണം. എടാ, ഹെയർ കട്ടോ ഹെയർ കട്ട് അങ്ങനത്തെ പണിഷ്മെന്റിലും വേണം. ആ അത് കൊടുക്കണം. നല്ലത് ഇതാ തെറ്റാ ചെയ്തെങ്കിൽ അങ്ങനത്തെ പണിഷ്മെന്റ് നമുക്ക് കൊടുക്കണം. ഓക്കെ വാ.